ഹലോ സോ വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാമാണ്. അതായത് സി പ്രോഗ്രാമിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്താണ്. നമ്മൾ HTML പറഞ്ഞ സമയത്ത് ഒരു സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു HTML ടാഗാണ് ആദ്യം കൊടുക്കേണ്ടത്, പിന്നെ ഹെഡ് ടാഗാണ് കൊടുക്കേണ്ടത്, പിന്നെ ബോഡി ടാഗാണ് കൊടുക്കേണ്ടത്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ സിക്ക് ഒന്നുണ്ട്, ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്. അതെന്താണെന്നുള്ളതാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ടു ഡിസ്കസ് ദ സ്ട്രക്ചർ, ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാം. ഈ സൈഡിൽ ഞാൻ പ്രോഗ്രാം, ഒരു സിമ്പിൾ പ്രോഗ്രാം കൊടുത്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബേസിക് സ്ട്രക്ചർ. ഫസ്റ്റ് ഏറ്റവും ടോപ്പിൽ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ ആണ് പ്രോഗ്രാമിൽ ആദ്യം കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് ലിങ്ക് സെക്ഷൻ. ദെൻ വി വിൽ ഗിവ് ഡെഫിനിഷൻ സെക്ഷൻ, ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ, മെയിൻ ഫംഗ്ഷൻ സെക്ഷൻ, സബ് പ്രോഗ്രാം സെക്ഷൻ. ഇങ്ങനെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യും. ഇതിനെയാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്താ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ. ഇപ്പോൾ ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിൽ നമ്മൾ പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ലൈക്ക് പ്രോഗ്രാം എന്താണ്, പ്രോഗ്രാമിൻ്റെ ഓതർ ആരാണ്, പ്രോഗ്രാം എഴുതിയ ഡേറ്റ് ഏതാണ്, ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ആണ് ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിൽ കൊടുത്ത കാര്യങ്ങൾ നമ്മൾ പൊതുവെ കമൻസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു പ്രോഗ്രാമിൻ്റെ പിന്നീട് ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിൽ യൂസ് ചെയ്യുന്നത്. അതായത് എന്തിനായിരുന്നു ഈ പ്രോഗ്രാം എഴുതിയത്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിലുള്ള ഡാറ്റ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ദിസ് പ്രോഗ്രാം ആഡ്സ് 2 നമ്പേഴ്സ്. അതായത് കമൻറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. കമൻ്റ് ആയിട്ടാണ് എന്ത് കൊടുക്കുക, ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിൽ കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇത് നിർബന്ധമുള്ള ഒരു കാര്യമല്ല, ബട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കും എന്തിനാണ് പ്രോഗ്രാം, ആരാണ് പ്രോഗ്രാം എഴുതിയത് പോലെയുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ലിങ്ക് സെക്ഷൻ. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്, ലിങ്ക് സെക്ഷനിൽ നമ്മൾ പ്രോഗ്രാമിനെ സിസ്റ്റം ലൈബ്രറി ആയിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സി ലൈബ്രറി ആയിട്ടുള്ള ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിങ്ക് സെക്ഷനിൽ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഗിവിങ് തിങ്സ് ലൈക്ക് ദിസ് ഹാഷ് ഇൻക്ലൂഡ് stdio.h math.h ഇതുപോലുള്ള ഹെഡർ ഫയലുകൾ കൊടുക്കുന്ന സെക്ഷനെയാണ് എന്ത് പറയുന്നത്, ലിങ്ക് സെക്ഷൻ എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഹെഡർ ഫയൽസ് കൊടുക്കുന്ന സെക്ഷനെയാണ് ലിങ്ക് സെക്ഷൻ. എന്തുകൊണ്ടാണ് അതിനെ ലിങ്ക് സെക്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ പ്രോഗ്രാമിനെ സിസ്റ്റം ലൈബ്രറി ആയിട്ട് അല്ലെങ്കിൽ സി ലൈബ്രറി ആയിട്ട് എന്ത് ചെയ്യുന്നു, ലിങ്ക് ചെയ്യുന്നു ത്രൂ ദീസ് ഫയൽസ്. അപ്പോൾ നമ്മൾ ഏത് ഫയലാണ് നമുക്ക് വേണ്ടത്, ആ ഫയൽ നെയിം ആണ് ഇവിടെ stdio.h അല്ലെങ്കിൽ math.h ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇങ്ങനെ കൊടുക്കുന്ന ഇതിനെയാണ് ഹെഡർ ഫയൽസ് ആണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുക, പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന് പറയുക. പ്രീ പ്രോസസർ ഡയറക്റ്റീവ്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണ് നമ്മൾ ലിങ്ക് സെക്ഷനിൽ കൊടുക്കുന്നത്, പ്രീ പ്രോസസർ ഡയറക്റ്റീവ്. ഓക്കെ, ഇനി അടുത്ത സെക്ഷനാണ് ഡെഫിനിഷൻ സെക്ഷൻ. ഡെഫിനിഷൻ സെക്ഷനിൽ നമ്മൾ കൊടുക്കുന്നത് സിംബോളിക് കോൺസ്റ്റൻസ് ആണ്. ഡെഫിനിഷൻ സെക്ഷനിൽ കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഹാഷ് ഡിഫൈൻ സൈസ് 5. അതായത് സൈസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ അല്ലെങ്കിൽ സൈസ് എന്ന് പറയുന്ന ഒരു ഇതിന് കോൺസ്റ്റൻ്റ് ആയിട്ടൊരു വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സംഭവത്തിന് കോൺസ്റ്റൻ്റ് വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സിംബോളിക് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന സംഭവമാണ് ഡെഫിനിഷൻ സെക്ഷനിൽ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട് എങ്ങനെയാണ് സിംബോളിക് കോൺസ്റ്റൻസ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ. ഇവിടെ ജസ്റ്റ് പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുക മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹാഷ് ഡിഫൈൻ സൈസ് 5 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയാം, ഇങ്ങനെ കൊടുത്താൽ സൈസ് എന്ന് പറയുന്ന കമ്പോണൻറ്റിന് 5 എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. അപ്പം പ്രോഗ്രാമിൽ നമ്മൾ എവിടെ സൈസ് എന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും, 5 ആയിരിക്കും. ഇനി നമുക്ക് ഇതിനെ വാല്യൂ മാറ്റി 10 ആക്കണം, ഇവിടെ മാറ്റിയാൽ മതി. അപ്പോൾ പ്രോഗ്രാമിൽ ഓട്ടോമാറ്റിക്കലി എവിടെ നമ്മൾ സൈസ് യൂസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഒക്കെ വാല്യൂ എന്തായിരിക്കും, 5 ആയിരിക്കും. ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് സിംബോളിക് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്, സിംബോളിക് കോൺസ്റ്റൻസ്. ഓക്കെ, ഇനി അടുത്ത സെക്ഷനാണ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക, ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ കൊടുക്കുന്നത്. ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷനിൽ നമ്മൾ ഗ്ലോബൽ വാരിയബിൾസ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം വാരിയബിൾ എന്താണ്. വാരിയബിൾ നമ്മൾ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ നമ്മൾ വാരിയബിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. വാരിയബിൾസിൽ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഗ്ലോബൽ വാരിയബിൾസ് ഉണ്ട് പ്രോഗ്രാമിൽ. ഗ്ലോബൽ വാരിയബിൾ എന്താണെന്ന് പറഞ്ഞാൽ, ഗ്ലോബലി നമ്മളെ പ്രോഗ്രാമിൽ മൊത്തം ഉപയോഗിക്കാൻ പറ്റുന്ന വാരിയബിൾസിനെയാണ് എന്ത് പറയുക,
ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയാം. അങ്ങനെയുള്ള വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന സെക്ഷനാണ് ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ. അതായത് നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ മേലെ, ഇവിടെയാണല്ലോ മെയിൻ ഫംഗ്ഷൻ എഴുതുന്നത്, അതിൻ്റെ മേലെ എന്തെങ്കിലും വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് വേരിയബിൾ ആണ്? ഗ്ലോബൽ വേരിയബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഗ്ലോബൽ വേരിയബിളിനെ പ്രോഗ്രാമിൽ മൊത്തം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഗ്ലോബൽ വേരിയബിളിൻ്റെ പ്രത്യേകത. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇൻറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 100 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്ലോബൽ വേരിയബിൾ ആണ്. കാരണം എന്താണ്? ഇവിടെ മെയിൻ്റെ മേലെയാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒരു ഗ്ലോബൽ വേരിയബിൾ ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് മെയിൻ ഫംഗ്ഷൻ സെക്ഷൻ. നെക്സ്റ്റ് ഈസ് മെയിൻ ഫംഗ്ഷൻ സെക്ഷൻ. അപ്പോൾ നമുക്കറിയാം മെയിൻ ഫംഗ്ഷൻ എല്ലാ പ്രോഗ്രാമിലും നിർബന്ധമായിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. ദാറ്റ് ഫംഗ്ഷൻ ഇസ് കോൾഡ് മെയിൻ ഫംഗ്ഷൻ. ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിൽ നിന്നാണ്? മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ്. ഇനി ഈ ഒരു ഓപ്പണിംഗ് ബ്രേസ് എന്താണ്? മെയിൻ ഫംഗ്ഷൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഈ ഒരു ഓപ്പണിംഗ് ബ്രേസ് മെയിൻ ഫംഗ്ഷൻ്റെ എൻഡിങ് ആണ്. നമുക്കറിയുന്നതാണ് അല്ലേ? ഇനി മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് പാർട്സ് ഉണ്ട്. ഒന്നാമത്തതാണ് ഡിക്ലറേഷൻ പാർട്ട്, രണ്ടാമത്തതാണ് എക്സിക്യൂട്ടബിൾ പാർട്ട്. മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ രണ്ട് പാർട്സ് ഉണ്ട്, ഡിക്ലറേഷൻ പാർട്ട് ആൻഡ് എക്സിക്യൂട്ടബിൾ പാർട്ട്. ഇനി ഡിക്ലറേഷൻ പാർട്ടിൽ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന പാർട്ടിനെയാണ് എന്താ പറയുക? ഡിക്ലറേഷൻ പാർട്ട് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം നോക്കുന്ന സമയത്ത് ഇൻറ്റ് എ ബി കൊമ സം, ഇതിന് നമ്മൾ പറയുന്ന എന്താണ്? വേരിയബിൾ ഡിക്ലറേഷൻ ആണ്. എന്താണ് വേരിയബിൾ ഡിക്ലറേഷൻ? എ ബി സം എന്ന് പറയുന്ന വേരിയബിൾസ് ഞാൻ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിന് എന്ത് ചെയ്യണം? ഡിക്ലെയർ ചെയ്യണം. അത് ഡിക്ലെയർ ചെയ്യുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ഇതിനെയാണ് എന്താ പറയുക? ഡിക്ലറേറ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനുള്ളിൽ എന്തും കൂടെ ഉണ്ടാവും? എക്സിക്യൂട്ടബിൾ പാർട്ടും കൂടി ഉണ്ടാവും. അപ്പോൾ എക്സിക്യൂട്ടബിൾ പാർട്ടിൽ ഒന്നോ അതിൽ കൂടുതലോ ലൈൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ഇതിന് ശേഷം നമ്മൾ എഴുതുന്നു സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി, പിന്നെ പ്രിന്റ് ഓഫ് സം ഓഫ് നമ്പേഴ്സ് ഈസ് സം, പെർസെൻറ്റേജ് ഡി സം, ഇങ്ങനെയൊക്കെ എഴുതുന്ന ഇതെന്താണ്? ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? എക്സിക്യൂട്ടബിൾ പാർട്ടിൽ വരുന്നതാണ്. ഇങ്ങനെ എഴുതുന്ന ലൈൻസ് എന്താണ്? എക്സിക്യൂട്ടബിൾ പാർട്ടാണ്. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ രണ്ട് പാർട്സ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന സെക്ഷനെയാണ് ഡിക്ലറേഷൻ പാർട്ട് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? എക്സിക്യൂട്ടബിൾ പാർട്ടാണ്. അതായത് പ്രോഗ്രാം ശരിക്കും എക്സിക്യൂഷൻ നടക്കുന്ന ലൈൻസിനെയാണ് എന്താ പറയുക? എക്സിക്യൂട്ടബിൾ പാർട്ട് എന്ന് പറയുക. ഇവിടെ നമുക്കറിയാം സം ഈക്വൽ ടു എ പ്ലസ് ബി, അവിടെ ഒരു പ്രോസസ്സ് നടക്കാനുണ്ട് അല്ലേ? എന്താണ്? എ പ്ലസ് ബിനെ ആഡ് ചെയ്തിട്ട് സമ്മിലേക്ക് സ്റ്റോർ ചെയ്യുക. ഇവിടെ പ്രിന്റ് എഫ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? ഒരു കാര്യം പ്രിന്റ് ചെയ്യാനുണ്ട്. പക്ഷേ ഇവിടെ ജസ്റ്റ് നമുക്ക് വേരിയബിൾസ് റിസർവ് ചെയ്ത് വെക്കുന്ന മാത്രമാണ്. എന്താണ് ഇതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ മെയിൻ ഫംഗ്ഷൻ ഇവിടെ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. അതിനുശേഷം നമുക്ക് പ്രോഗ്രാമിൽ ചില പ്രോഗ്രാമിൽ എന്തുണ്ടാവും? ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ആ ഫംഗ്ഷൻസ് ഒക്കെ ഡിക്ലെയർ ചെയ്യുന്ന സെക്ഷനാണ് സബ് പ്രോഗ്രാം സെക്ഷൻ. ഓക്കെ, ശരിക്കും ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? കളക്ഷൻ ഓഫ് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സിയിൽ പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ എല്ലാ പ്രോഗ്രാമിലും നിർബന്ധമായിട്ടും ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. ദാറ്റ് ഫംഗ്ഷൻ ഇസ് കോൾഡ് മെയിൻ ഫംഗ്ഷൻ. ഇനി ചില പ്രോഗ്രാമിൽ എന്തുണ്ടാവും? വി വിൽ യൂസ് മോർ ദാൻ വൺ ഫംഗ്ഷൻ. അങ്ങനെ ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഫംഗ്ഷൻ 1, ഫംഗ്ഷൻ 2, ഫംഗ്ഷൻ 3 ഇങ്ങനെ ഓരോ ഫംഗ്ഷൻസ് എഴുതുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ഒരു ഫംഗ്ഷൻ മാത്രം എഴുതിയിട്ടുണ്ട്. എന്താണ് ഫംഗ്ഷൻ? ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ എന്താ ചെയ്യുക? ആ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താണ്? ഹലോ, പ്രിന്റ് ഓഫ് ഹലോ എന്ന് പറയുന്ന മെസ്സേജ് പ്രിന്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. വോയിഡ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എന്താ ചെയ്യുക? ഹലോ എന്ന് പറയുന്ന മെസ്സേജ് പ്രിന്റ് ചെയ്യുക. സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ. ഇത് ഞാൻ ഒറ്റ ഫംഗ്ഷൻ മാത്രമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇതുപോലെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ്, അതായത് n ഫംഗ്ഷൻസിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എഴുതാൻ പറ്റും. സോ ദിസ് ഇസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാം. ഫസ്റ്റ് നമ്മൾ ഡോക്യുമെന്റേഷൻ കൊടുക്കുന്നു. അതായത് ഇതിനെ പറ്റിയിട്ടുള്ള ഡോക്യുമെന്റേഷൻ, ദാറ്റ് ഈസ് കമൻസിലായിട്ടാണ് കൊടുക്കുന്നത്. അതായത് എന്താ പറയുക? ഒരു പ്രോഗ്രാം എഴുതിയത് ഓതർ നെയിം, ഡേറ്റ് പോലുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ലിങ്ക് സെക്ഷനിൽ നമ്മൾ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണ്, ദാറ്റ് ഈസ് ഹെഡർ ഫയൽ ആണ് കൊടുക്കുന്നത്. ഡെഫിനിഷൻ സെക്ഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സിംബോളിക് കോൺസ്റ്റൻസ് ആണ്. ഇനി ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷനിൽ ഡിക്ലെയർ ചെയ്യുന്നത് ഗ്ലോബൽ വേരിയബിൾസ് ആണ്. വാട്ട് ഈസ് മീൻ ബൈ ഗ്ലോബൽ വേരിയബിൾ? പ്രോഗ്രാമിൽ മൊത്തം യൂസ് ചെയ്യാൻ പറ്റുന്ന വേരിയബിളിനെയാണ് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുക. അപ്പം ഞാൻ അത് എന്താണെന്നുള്ള ഒന്നും കൂടി ക്ലിയർ ആക്കി തരാം. ഇവിടെ വോയിഡ് മെയിൻ്റെ ഉള്ളിൽ നമ്മൾ 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. എ ബി സം അല്ലേ? അപ്പോൾ ഇത് മൂന്നും വോയിഡ് മെയിൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്തതുകൊണ്ട് ഇത് ലോക്കൽ വേരിയബിൾ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മെയിൻ്റെ ഉള്ളിൽ മാത്രമേ ഈ 3 വേരിയബിൾസിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദീസ് ആർ ലോക്കൽ വേരിയബിൾസ്. ബട്ട് മെയിൻ്റെ മേലെ ഞാൻ എന്ത് ചെയ്തു? x = 100 എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താണ്?
ഗ്ലോബൽ വേരിയബിൾ ആണ്. ഇറ്റ് മീൻസ് പ്രോഗ്രാമിൽ മൊത്തം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു വേരിയബിൾ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ യൂസ് ചെയ്യാം. ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഉള്ളിലാണോ ഡിഫൈൻ ചെയ്തത് അവിടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എയും ബിയും സമ്മും ഒക്കെ മെയിൻ്റെ ഉള്ളിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് മെയിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ ഫംഗ്ഷനിൽ ഡിക്ലറേറ്റീവ് പാർട്ട് ഉണ്ട്, എക്സിക്യൂട്ടബിൾ പാർട്ട് ഉണ്ട്. ഇനി അതിന് ശേഷമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, സബ് പ്രോഗ്രാംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ C program. Thank you.